അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഈ ഗ്രൂപ്പിലുള്ള എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ സഹോദരന്മാരോടും ഷിഹാബ് തങ്ങൾ ഇസ്ലാം അക്കാദമിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചയിൽ ചില കാര്യങ്ങൾ പറയാതെ വയ്യ. അതായത് അവിടെ പഠിപ്പിച്ച ഒരു ഉസ്താദിൻ്റെ ഒരു ഫോൺ വരികയുണ്ടായി. എനിക്ക് കുറച്ച് ദിവസം മുന്നേ വന്നിരുന്നു, ഇന്നും വന്നിരുന്നു. അവിടെ പഠിപ്പിച്ച ഒരു ഉസ്താദ്, ഉദവി അല്ലാത്ത ഒരു ഉസ്താദ്. ആ ഉസ്താദിന്റെ സങ്കടം പങ്കുവെക്കുകയാണ്. ഉസ്താദ് പറയാണ്, ഉസ്താദിനെ എന്താ പറയാ, ചവിട്ടി ഇങ്ങനെ താഴ്ത്തുമല്ലോ, നമ്മൾ മണ്ണിന്റെ അടിയിലേക്ക് ഇങ്ങനെ ചവിട്ടി താഴ്ത്തുക, അരച്ചു കുടിക്കുക എന്നൊക്കെ പറയുന്ന മാതിരി ഒരു കൂട്ടം ആളുകള് വിമർശിക്കുക. ഒന്ന് മുഖത്തൊന്ന് അടിക്കുകയാണെങ്കിൽ അത്ര വിഷമം ചിലപ്പോൾ ഒരാൾക്ക് ഉണ്ടാവില്ല, അല്ലെങ്കിൽ രണ്ട് കൊടുക്കുകയാണെങ്കിൽ ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവനെ കൊല്ലുകയാണെങ്കിൽ അവനുണ്ടാവില്ല. അല്ലാതെ രൂക്ഷമായി വിമർശിക്കുന്ന ഒരവസ്ഥ ഒരു ഉസ്താദിന് അവിടെ അനുഭവപ്പെട്ടു എന്ന് അറിയാൻ സാധിച്ചതിൽ വളരെ സങ്കടമുണ്ട്. നമ്മൾ വിചാരിച്ച മാതിരിയൊന്നും അല്ല അവിടെ ഉണ്ടായിരുന്ന ഉദവികൾ ഈ സ്ഥാപനത്തിനെതിരെ ചെയ്തത്. ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമക്ക് വേണ്ടി സംസാരിച്ചതിന്റെ പേരിൽ അവിടെയുള്ള വേറൊരു ഉസ്താദിനെ ക്രൂശിക്കുക വരെ ചെയ്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. സമസ്തയുടെ സ്ഥാപനത്തിൽ, SKSF സ്ഥാപനത്തിൽ, സമസ്തയുടെ ദാറുൽ ഹുദ സംവിധാനത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് സമസ്ത പറഞ്ഞതിന്റെ പേരിൽ ഈ ഉസ്താദിനെ രൂക്ഷിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, എന്തായിരുന്നു ഇവരുടെ ലക്ഷ്യം? ഏറ്റവും വലിയ ഷെയ്ഖ് ബഹാവുദ്ദീൻ നദ്വി ആണെന്നും അതിന്റെ മേലെ വേറൊരാൾ ഇല്ല എന്നും ഒക്കെ ആണത്രേ ഇവർ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതിന്റെ സംശയം ചോദിക്കാൻ വേണ്ടി ആ കുട്ടികൾ ഈ ഉസ്താദിന്റെ അടുത്ത് ചെന്നപ്പോൾ ഈ ഉസ്താദ് ആ കുട്ടികളോട് സാമ്യമായ രീതിയിൽ മറുപടി പറഞ്ഞു. അതായത്, ഞാൻ പഠിച്ചത് ഇന്ന സ്ഥലത്താണ്, ഞാൻ പഠിച്ചത് ഇങ്ങനെയാണ്, നമ്മൾ പണ്ഡിതന്മാരെയാണ് കാണുന്നത്. ബഹാവുദ്ദീൻ നദ്വി ഉസ്താദ് വലിയൊരു പണ്ഡിതനൊക്കെ തന്നെയാണ്, ഏറ്റവും വലിയ ആളാണ് എന്നുള്ളതിൽ എനിക്ക് അഭിപ്രായമില്ല എന്ന് പറയുകയുമുണ്ടായി. അതുപോലെ എന്നിട്ട് ഈ ഉസ്താദിനെ അവിടെയുള്ള മറ്റു ഉദവി ഉസ്താദുമാർ വിളിച്ചുകൊണ്ട് ഈ ഉസ്താദിനോട് പറയാണിത്രേ, നിങ്ങള് എന്താ പറയാ, പറയാൻ പറ്റൂല, നിങ്ങള് എന്താ പറയാ, സമസ്തന്റെ ഒപ്പം നിൽക്കുന്നത് കൊണ്ട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുന്നോ, അങ്ങനെ എന്ത് വേർഡുകളൊക്കെ ഉപയോഗിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, സമസ്തന്റെ കൂടെ നിന്നതിന്റെ പേരിലാണോ ഷിഹാബ് തങ്ങൾ ഇസ്ലാം അക്കാദമിയെ ഈ ഉദവികൾ ചേർന്നുകൊണ്ട് ഇങ്ങനെ രൂക്ഷമായി ക്രൂശിച്ചത്? അവിടെ അവസാന ഘട്ടത്തിൽ പഠിപ്പിച്ച ഉദവികൾക്ക് എല്ലാവർക്കും അതിൽ പങ്കുണ്ട്. ഈ ഉസ്താദ് പറയാണേ, ഏതൊരു ഗസാലി ഉസ്താദ് ഒഴിച്ച് ബാക്കിയുള്ളവരൊക്കെ മൂപ്പരെ പരസ്യമായി അല്ലെ എല്ലാവരും ഇവിടെ കൂട്ടമായി ഒരാളെ എന്താ പറയാ, ചെന്നായി ആട്ടിൻകൂട്ടത്തിനെ ഓടിക്കുന്നു എന്നൊക്കെ പറഞ്ഞ പോലെ, പഴമൊഴിയൊന്നും എനിക്കറിയില്ല, പറയുന്നത് പോലെ കൂട്ടമായി ചെന്നുകൊണ്ട് ദ്രോഹിച്ചു എന്നാണ് പറയുന്നത്. അതായത് ഞാൻ പറഞ്ഞ പോലെ കയ്യേറ്റമായി എന്തെങ്കിലും ചെയ്യുകയാണെങ്കിലും കൂടി കുഴപ്പമുണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മളൊരു 10ാം സ്ഥാപനത്തിൽ നിൽക്കുമ്പോൾ അതിൽ ഒരാൾ ക്രൂശിക്കുമ്പോൾ എന്തേക്കാര അവസ്ഥ? അങ്ങനെ അവസ്ഥ ഉണ്ടായി എന്ന് പറഞ്ഞ് ആ ഉസ്താദിന്റെ അനുഭവം ഉസ്താദ് പങ്കുവെക്കുകയുണ്ടായി. ആ ഉസ്താദിന്റെ അനുഭവങ്ങൾ ഇനി കുറെ പറയാനുണ്ട്. ഇപ്പോഴാണ് ഇങ്ങനെ ഓരോന്നോരോന്ന് കേൾക്കുന്നത്, ഓരോ ആളുകളുടെ അനുഭവ കഥകളും. ഞമ്മക്ക് തന്നെ അനുഭവങ്ങളുണ്ട്. നമ്മൾ സമസ്തയുടെ കൂടെ നിന്നതിന്റെ പേരിൽ, സമസ്തയോടൊപ്പം നിന്നതിന്റെ പേരിൽ, സമസ്തയുടെ സ്ഥാപനം എന്നുള്ളതിന്റെ പേരിൽ, സമസ്തയുടെ സ്റ്റാറ്റസും മറ്റുള്ള കാര്യങ്ങളും വെച്ചതിന്റെ പേരിൽ എൻ്റെ കുട്ടിയുടെ മാർക്ക് പോലും അവർ കമ്മിയാക്കിയിട്ടുണ്ട്. എൻ്റെ കുട്ടി നല്ല റാങ്കിൽ പാസ്സായി, 6ാമത്തെ റാങ്കിൽ എൻ്റെ കുട്ടി അവിടെ എക്സാം എഴുതിയ ആളായിരുന്നു. ഫസ്റ്റില് 6ാം റാങ്കായിരുന്നു. ആ റാങ്ക് അവർ 13ാമത്തെ റാങ്കിലോട്ട് മാറ്റി. നല്ലോണം അവൻ എഴുതിയെന്നാ പറഞ്ഞത്. അവൻ എഴുതിയതിന്റെ വിഷമം ഞാൻ പറയുകയാണെങ്കിൽ, എൻ്റെ കുട്ടിയെ ഞാൻ കൊണ്ടുവന്നിരുന്നത് അവിടെയുള്ള ഉസ്താദുമാർക്കൊക്കെ അറിയാം. ഒരു ദിവസം 2000 രൂപ ചെലവാക്കിയിട്ടാണ് ഞാൻ എൻ്റെ കുട്ടിയെ എക്സാം എഴുതിപ്പിച്ചത്. അവിടെയുള്ള ഉസ്താദുമാർക്കും പ്രിൻസിപ്പൾക്കും 2000 രൂപ ഒരു ദിവസം ഞാൻ ചെലവാക്കി. എന്തിന്? എൻ്റെ കുട്ടിയുടെ കാല് നിലത്ത് കുത്താൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിട്ട് പോലും അവിടുത്തെ മാനേജ്മെന്റും അവിടുത്തെ ഉസ്താദുമാരും എനിക്ക് അതിനുള്ള ഇത് ഒഴിച്ചു, നിങ്ങൾ കുട്ടികളെ എക്സാമിന് കൊണ്ടുവരി, 2ാമതൊരു എക്സാം വെച്ച് കഴിഞ്ഞാൽ അതിലെഴുതുമ്പോൾ കുട്ടിയുടെ റാങ്ക് ലിസ്റ്റിന് ഇത് സംഭവിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് 8:30 മണിൻ്റെ എക്സാമിന് 6 മണിക്ക് എൻ്റെ തൊഴിലൊക്കെ ഒഴിവാക്കി ഞാൻ എൻ്റെ കാറെടുത്ത് ഒരു ഡ്രൈവറെയും പറഞ്ഞയച്ച് ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകും, ഞാനില്ലാത്ത ദിവസം. എന്നിട്ട് അതിലോട്ട് 1000 റുപ്യേൻ്റെ എണ്ണ അടിച്ച്, പൈസ പോയതല്ല, ഇങ്ങനെയൊക്കെ എഴുതി എല്ലാ വിഷയവും കറക്റ്റായിട്ട് എഴുതി അത് കഴിഞ്ഞ് എടുത്തിട്ടാണ് ക്ലാസ്സിലോട്ട് കൊണ്ടുപോയി വിട്ടിക്കല്. അത് കഴിഞ്ഞ് എടുത്തിട്ടാണ് ക്ലാസ്സിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നത്.
ഇതൊക്കെ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് എഴുതിയിട്ട് പോലും നല്ലോണം പഠിച്ചൊരു കുട്ടിയുടെ മാർക്ക് നമ്മൾ സമസ്തയുടെ കൂടെ നിന്നതിൻ്റെ പേരിൽ ഇങ്ങനെ ക്രൂശിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ എത്ര കുട്ടികളെ സമസ്തയോട് കൂടെ നിന്നവരെ ഇതാക്കിയിട്ടുണ്ട്. അല്ലാത്തവർക്ക് അവർ മാർക്കും കൂടുതൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇല്ലേ. എന്നിട്ട് നമ്മളെ കുട്ടികളൊന്നും വിളിച്ചില്ല. വേറെ അവർക്ക് വേണ്ടപ്പെട്ട കുട്ടികളെയും വേണ്ടപ്പെട്ട രക്ഷിതാക്കളെയൊക്കെ വിളിച്ച് അവർക്ക് വേണ്ടപ്പെട്ട ഓരോ സ്ഥാപനത്തിൽ അവർ അവസരം ഉണ്ടാക്കി കൊടുത്തു. നമ്മളൊക്കെ കുട്ടികളെ ഏതോ സ്ഥാപനത്തിലോട്ട് നിങ്ങൾ വേണമെങ്കിൽ പോയിക്കോളൂ, ഇല്ലെങ്കിൽ പോകണ്ട എന്ന രീതിയിൽ സംസാരിച്ചു. എന്നിട്ട് അവിടെ സംഭവിച്ചതറിയോ? ബുക്കിന്റെ പൈസ അവര് വാങ്ങി. ഞാൻ ചോദിക്കട്ടെ, ആ സ്ഥാപനം ഒഴിവാക്കണമെന്ന് ആ മാനേജ്മെന്റിന് ആവശ്യമുണ്ടെങ്കിൽ അവർ ഈ കുട്ടികളുടെ ബുക്കിന് പൈസകളൊക്കെ വാങ്ങുമോ? ഇല്ല. എൻ്റെ കുട്ടിയുടെ ബുക്കിന് 2000 ചില്ലാനും രൂപ അവർ വാങ്ങിയിരുന്നു. എനിക്കതിൻ്റെ വിഷമുണ്ടായി. എൻ്റെ കുട്ടി പഠിക്കണില്ല. ഞാൻ ലാസ്റ്റ് ദാറുൽഹുദയ്ക്ക് വിളിക്കണോ എന്ന് ചോദിച്ചു. അങ്ങനെ സവാദ് ഉദവി അല്ല, അങ്ങനെ എന്താ പറയാ, സവാദ് വാഫി അല്ല, സാബിക് ഉദവി ഉസ്താദിനെ വിളിച്ച് ഞാൻ പറഞ്ഞു, എൻ്റെ കുട്ടിയുടെ ഫീസ് ഞങ്ങൾ അവിടെ തന്നിട്ടുണ്ട്, അത് തരൽ നിങ്ങൾ ഉത്തരവാദിത്തമാണ്. എൻ്റെ കുട്ടിയുടെ 2300 റുപ്യ മൂപ്പര് മിനിഞ്ഞാന്ന് എനിക്ക് അയച്ചു തന്നു. മിനിഞ്ഞാന്നോ നാലാന്നോ എനിക്ക് അയച്ചു തന്നു. ചോദിച്ചിട്ട് കുറേയായി. എനിക്ക് എൻ്റെ പൈസ കിട്ടണം, ഇല്ലെങ്കിൽ ഞാൻ ദാറുൽഹുദയിലോട്ട് വരും, ഇല്ലെങ്കിൽ ഞാൻ എങ്ങോട്ടാച്ചാ വരാൻ ഞാൻ തയ്യാറാണ്. എൻ്റെ ഞാൻ സ്ഥാപനത്തിന് വേണ്ടി നമ്മൾ കൊടുക്കും, ഇവർക്കും കൊടുക്കലുണ്ട്, എല്ലാവർക്കും കൊടുക്കലുണ്ട്, കൊടുക്കുന്നതിനല്ല പറയുന്നത്. അങ്ങനെ അവർ അയച്ചു തന്നു. എന്തിനാണ് ഇവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അത് ഞാൻ ആവശ്യപ്പെട്ടതാണ്. എന്തിന്? ഞാൻ ചോദിക്കട്ടെ, സമസ്തയും ദാറുൽഹുദയും ഒക്കെ ഒരുപാട് ബഹുമാനിക്കുന്ന, നമ്മളെ കുട്ടി ഒരു ഉദവിയായി മാറണം എന്ന് ആഗ്രഹിച്ചവരാണ് നമ്മൾ. ഇവരുടെ ഒരു ചർച്ച 3 വർഷം മുന്നേ എന്നോട് വേണ്ടപ്പെട്ട ഒരാൾ പറയാണ്, അവിടെ ഒരു ഒരു ഇ.കെ. ഒക്കെ ഉണ്ടല്ലോ, അവരൊക്കെ വിചാരം എന്താണ്? അവരൊക്കെ എന്താ കരുതിയിട്ടുള്ളത്? അവിടെ ദാറുൽഹുദന്റെ പ്രോട്ടോകോൾ വന്നിട്ട് എന്താണെന്നറിയോ? ഉദവികൾ 20 ഉസ്താദുമാരുണ്ടെങ്കിൽ 15 ആളും ഉദവികൾ വേണമെന്നാണ്. അങ്ങനെ ഉദവികളെ ഒഴിവാക്കണം എന്നൊക്കെ പറയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ ഒരാൾ എന്നോട് കുറെ മുന്നേ സംസാരിച്ചതാണ്. അതുപോലെ പല അനുഭവങ്ങളും ദാറുൽഹുദയിൽ പോയപ്പോൾ ഉണ്ടായ ഒരു അനുഭവം ഞാനത് പങ്കുവെക്കുന്നില്ല. അതൊക്കെ പങ്കുവെച്ച CCTV ഉണ്ടെങ്കിൽ ദാറുൽഹുദയിൽ പോയി പരിശോധിക്കാം. അതേപോലെ ദാറുൽഹുദയിൽ ഇവർ രക്ഷിതാക്കളെ വിളിച്ച മീറ്റിങ്ങിൽ നമ്മളെ ഒന്നും വിളിച്ചിട്ടില്ല. ഞങ്ങൾ കുറച്ച് ആളുകളും പോയി, നമ്മളെ വിളിച്ചിട്ടേ അല്ല. ഈ പറയണ സാബിക് ഉദവി ഉസ്താദ് ആയിക്കോട്ടെ, സിയാദ് ഉദവി ഉസ്താദ് ആയിക്കോട്ടെ, അവർക്ക് വേണ്ടപ്പെട്ട ആളുകളെ വിളിച്ച് അവർക്ക് വേണ്ടപ്പെട്ട പേപ്പറുകൾ ശരിയാക്കി, അവർക്ക് വേണ്ടപ്പെട്ട ആളുകൾക്ക് ഇത് ശരിയാക്കി, അവരോടൊപ്പം നിൽക്കുന്ന രക്ഷിതാക്കളുടെ മേൽ മൂർച്ച കൂട്ടി അവർ പല രീതിയിൽ പല വഴിക്ക് അവർ നീങ്ങി. ഞങ്ങളൊന്നും വിളിച്ചില്ല. നമ്മളും റിസ്ക് എടുത്തുകൊണ്ട് ഇവിടുന്ന് ദാറുൽഹുദയ്ക്ക് അന്നത്തെ മീറ്റിങ്ങിന് പോയി. അവിടെ ഒന്ന് CCTV ഉണ്ടായിരുന്നു, അവരൊന്ന് ക്യാമറ വീഡിയോ പകർത്തിയിട്ടുണ്ടായിരുന്നു. ആ ക്യാമറ വീഡിയോകൾ പരിശോധിച്ചാൽ അവിടെ എന്താണ് സംഭവിച്ചത്, നമ്മളൊക്കെ എന്താണ് പറഞ്ഞത് എന്നുള്ളത് കാണാൻ കഴിയും. പച്ച നുണ മറ്റുള്ളവർ പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട ഷാഫിയാജി അവിടെ ഉണ്ടായിരുന്നു, ബഹുമാനപ്പെട്ട ഏതൊരു വാപ്പുഹാജി എന്ന് പറയുന്ന ഒരു വ്യക്തിയും റഫീഖ് ഉദവി എന്ന് പറയുന്ന അവിടുത്തെ മെയിൻ ആളും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അവരൊക്കെ നമ്മളൊന്നും പറയുന്നത് ചെവി കൊള്ളാതെ, മറ്റുള്ളവർ ദാറുൽഹുദയെക്കുറിച്ച് മാത്രം പറയുന്ന ആ പൊങ്ങച്ചങ്ങൾ മാത്രം കേട്ടുകൊണ്ട്, നമ്മൾ പറയുന്നതിന് ഒരു വില പോലും കൽപ്പിക്കാതെ അവരിൽ അടിച്ചാക്ഷേപിക്കുകയാണ് ചെയ്തത്. എന്തിനു വേണ്ടി? നമുക്ക് വളരെ സങ്കടമുണ്ട് ഈ കാര്യത്തിൽ. എല്ലാ ഭാഗവും കേൾക്കണ്ടേ? ഒരു ഭാഗം മാത്രം കേട്ടാൽ മതിയോ? ഒരു ഭാഗം മാത്രം കേട്ടു അവര്. എന്നിട്ട് ഈ സ്ഥാപനത്തെ ഇല്ലായ്മ ചെയ്തു. അതിലൊരു പങ്ക് അവർക്കുണ്ട്. ഈ സ്ഥാപനം ഇല്ലായ്മ ചെയ്തതിൽ ദാറുൽഹുദയുടെ കുട്ടികൾ അവിടെ പഠിപ്പിച്ച ഉദവികളായ ഉസ്താദുമാർക്കാണ് 100-ൽ 99% എന്ന് ഞാൻ ആണയിട്ട് പറയും. എവിടെ വേണമെങ്കിലും പറയും. ദാറുൽഹുദയിൽ പഠിച്ച് അവിടെ പഠിപ്പിച്ച എല്ലാ ഉദവികളെയും അല്ല പറയുന്നത്, അവിടെ പഠിപ്പിച്ച ഉദവികൾക്കാണ് അതിന് ഉത്തരവാദി. അവരാണ് ഫിത്ന ഉണ്ടാക്കിയത്, അവരാണ് തിരുത്തിട്ട് കൊടുത്തത്, അവരാണ് കുട്ടികളുടെ ഉള്ളിൽ വിഷമിട്ട് കൊടുത്തത്. ഇന്റെ ചെറിയ ഒന്നും അറിയാതെ ചെറുക്കൻ അവർ ഉസ്താദിനെ പഠിക്കണം. ബഹുമാനപ്പെട്ട ബഹാവുദ്ദീൻ നദവി ഉസ്താദ് ഒരു പണ്ഡിതനാണ്. നമ്മൾ മുമ്പരെ കണ്ട അത്ര ബഹുമാനത്തോടു കൂടി കാണുന്ന ആള്. അതായത് ഒരു പണ്ഡിതനാണ്, സമസ്ത മുഷാവറ അംഗാണ്. പക്ഷേ ചെറിയ കുട്ടികളുടെ ഉള്ളിൽ പോലും അവിടെ പോയപ്പോൾ നമ്മളൊക്കെ സമസ്ത പഠിപ്പിച്ചു കൊടുക്കണോണ്ടറിയാം. വേറൊരു കുട്ടിനോട് സയ്യിദുൽ ഉലമ ആരാന്നും ശംസുൽ ഉലമ ആരാന്നൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ ചില കുട്ടികൾക്ക് അറിഞ്ഞോളണമെന്നില്ല.
പക്ഷേ എൻ്റെ കുട്ടിനോട് ഞാൻ പറഞ്ഞടാ അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ട്, എന്തൊക്കെയാ കേൾക്കുന്നത്, അങ്ങനെ എങ്ങനെ എന്നൊക്കെ പറഞ്ഞപ്പോൾ ബഹാവുദ്ദീൻ നദവി ഉസ്താദ് ഞങ്ങളെ വലിയ ഉസ്താദല്ലേ, ഇത് ഒന്നിൽ പഠിക്കണ എൻ്റെ കുട്ടി ചോദിച്ചതാ. അപ്പൊ എത്രത്തോളം ഉണ്ട് അവരുടെ വിഷത്തിന്റെ കുത്തിവെപ്പ് എന്നുള്ളത് മനസ്സിലാക്കണം. ബഹാവുദ്ദീൻ നദവിനെ പഠിപ്പിക്കണം, ദാറുൽ ഹുദ കൊണ്ട് നടത്തിയത് മൂപ്പരാണ്, ദാറുൽ ഹുദയെ കുറിച്ച് പഠിപ്പിക്കണം, എല്ലാതും പഠിപ്പിക്കണം. ദാറുൽ ഹുദന്റെ സ്ഥാപനമാണല്ലോ, അതുപോലെ ഇപ്പുറത്ത് സമസ്തയെയും അതിന്റെ ഘടകങ്ങളെയും പഠിപ്പിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷെ അവരൊന്നും അത് ചെയ്തില്ല. അവരെന്തെല്ലാം ചെയ്തു എന്നുള്ളതൊക്കെ അറിയണമെങ്കിൽ നേരിട്ട് കണ്ട അനുഭവസ്ഥ എന്നുള്ള നിലക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. പിന്നെ ഇതിൽ വേറൊരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ എഴുതി വിടുന്നതും ഈ പാരൻസിനെ വിളിച്ചിട്ട്, അതായത് രക്ഷിതാക്കളെ വിളിച്ചിട്ട് അടുത്ത വർഷം അവിടെ സ്ഥാപനം ഉണ്ടാവില്ല, നിങ്ങളെ മക്കളോട് നന്നായിട്ട് പഠിക്കാൻ പറയേണ്ടി, വേറെ സ്ഥാപനത്തേക്ക് മാറേണ്ടി വരും. മാറുന്ന സമയത്ത് പിന്നെ നല്ല മാർക്ക് ഉണ്ടെങ്കിലേ നിങ്ങളെ മക്കൾക്ക് വേറെ സ്ഥാപനത്തിൽ അഡ്മിഷൻ കിട്ടുള്ളൂ. അപ്പോൾ നല്ലോണം പഠിക്കാൻ പറയണം. അവിടെ അടുത്ത വർഷം ഉദവി കോഴ്സ് ഉണ്ടാവില്ല എന്നുള്ള രീതിയിലെ പ്രചരണം നടത്തിയതൊക്കെ അവിടുത്തെ ഉദവി ഉസ്താദന്മാരാണ്. അവിടെ ഇപ്പോൾ നമ്മൾ ബന്ധപ്പെടുന്ന വാഫിയായിട്ടുള്ള ഉസ്താദന്മാരുണ്ട്, ഹൈത്തമികളുണ്ട്, ഗസാരികളുണ്ട്, ഇങ്ങനെ പല ഉസ്താദന്മാരവിടെ ഉണ്ട്. നമ്മളെ മക്കളെ പല വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ഉസ്താദന്മാരോട് രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ ഏകദേശം എല്ലാ ഉസ്താദന്മാരോടും ഞാൻ ബന്ധപ്പെടാറുണ്ട്. ഏതെങ്കിലും വിഷയത്തിൽ മക്കളെ ബാക്കിലാണെങ്കിൽ ആ വിഷയത്തെ പ്രത്യേകിച്ച് ചോദിച്ച് ഇങ്ങനെയൊക്കെ ബന്ധപ്പെടുന്ന ആളാണ് ഞാൻ. അതേപോലെ അവിടുത്തെ ഓഫീസിലുള്ള സ്റ്റാഫുമായിട്ടും ബന്ധപ്പെടലുണ്ട്. ഇവരാരും ഞങ്ങളോടൊന്നും എന്ത് പറഞ്ഞിട്ടില്ല ഇത്രയും കാലത്തിൻ്റെ അടുക്ക്. അതൊക്കെ നല്ല ബന്ധം പുലർത്തിയിരുന്ന ആളുകളാണ്. ഇവരാരും ഞങ്ങളോട് പിന്നെ അത് സ്ഥാപനം അടച്ചു പോരുന്ന വെക്കേഷൻ സമയത്ത് പോലും ഇതുപോലുള്ള വാഫികളോടും ഐത്തമയായിട്ടുള്ള ഉസ്താദന്മാരോടൊക്കെ ഞങ്ങൾ വിളിച്ച് ബന്ധപ്പെടുന്നതും, എപ്പോഴെങ്കിലൊക്കെ സ്റ്റാറ്റസ് കാണും പുസ്തകം അവിടെ ഉള്ളത്, എന്താ വിശേഷങ്ങൾ, നാത്തല്ലേ, പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫാമിലി മാറ്റേഴ്സും ഒക്കെ ചോദിക്കണം ഉസ്താദന്മാർ. അത്രയും ബന്ധമുള്ള ഉസ്താദന്മാരുടെ ഉള്ളതുണ്ട്. ഇവരാരും ഞങ്ങളോട് അത്രയും ഫാമിലി ബന്ധം പോലെ നടന്നിരുന്ന ഉസ്താദന്മാർ ആരും ഞങ്ങളോട് അടുത്ത വർഷം അവിടെ വാഫിയല്ല, ഉദവി കോഴ്സ് ഉണ്ടാവില്ല, അതുകൊണ്ട് മക്കളവിടുന്ന് മാറ്റേണ്ടി വരും, അപ്പം നല്ല പഠിക്കാൻ വരേണ്ടി, ഇങ്ങനത്തെ ഒരു വാക്ക് കൊടുത്തൊരു ഉസ്താദന്മാർ 3 വർഷം പരിചയമുള്ള ഉസ്താദന്മാർ ആരും ഞങ്ങളോട് പറഞ്ഞില്ല. പക്ഷേ 1 കൊല്ലം 1.5 കൊല്ലം അല്ലെ 2 കൊല്ലം വന്ന ഉദവികളാണ് ഞങ്ങളെ വിളിച്ചിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ഗ്രൂപ്പിൽ എഴുതി വിടുന്നതും ഞങ്ങളെ വിളിച്ച് പറയണതും. രക്ഷിതാക്കളാണെങ്കിലും ഒക്കെ അതാണ്. 1 വർഷം മാത്രം അവിടെ പരിചയമുള്ള കുറേ രക്ഷിതാക്കളും ഒക്കെയാണ് വിളിച്ചിട്ട് പറയണത് മക്കളോട് നല്ല പഠിക്കാൻ വരേണ്ടി, അടുത്ത വർഷം ഉദവി കോഴ്സ് അവിടെ ഉണ്ടാവില്ല എന്ന് പറയുന്നത്. ഇതൊക്കെ കാരണമാവാം മാനേജ്മെൻറ്റ് ഉദവി എന്നുള്ളത് 4-5 ഉദവികളെ പറ്റുള്ളൂ എന്ന് പറയാനുണ്ടായ കാരണം തന്നെ ആവാം. കാരണം അവിടുന്ന് പെട്ടെന്ന് ഒഴിവാക്കി പോയതിലും കൂടുതൽ ഉദവികളാണുള്ളത്. അതുകൊണ്ടൊക്കെ ആവാം ഈ മാനേജ്മെൻറ്റ് ഇങ്ങനത്തെ തീരുമാനം എടുത്തിട്ടുണ്ടാവാം.